ക്രിയേറ്റീവ് ആർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം. കേക്ക് എന്ന് പറയുമ്പം ക്രീമുള്ള കേക്കൊന്നുമല്ല, സാധാരണ നമുക്ക് വൈകുന്നേരം ചായക്ക് കഴിക്കാനുള്ള കേക്കാണ് എളുപ്പത്തിലുണ്ടാക്കുന്നത്. കുറച്ച് ഗോതമ്പ് പൊടി ഉണ്ടായാലും നമുക്ക് സംഗതി നടക്കും. അപ്പം നമ്മൾ ആദ്യം ഒരു അരക്കപ്പ് പഞ്ചസാര, ഒരു 2-3 ഏലക്കായി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം. എന്നിട്ട് അതൊരു പാത്രത്തിലിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ടിന്ന് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും നല്ലോണം തടയി കൊടുത്തിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിക്കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഫോണ് പിടിച്ചത് കൊണ്ടാണ്, പിന്നെ എനിക്ക് ഒരു കൈ കൊണ്ട് മാത്രമേ ആക്കാൻ പറ്റുന്നുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പം നമ്മളിനി അത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഉപ്പും ഗോതമ്പ് പൊടിയും പഞ്ചസാര പൊടിച്ചതും മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കിനി ഒരു 1/2 കപ്പ് പാലിനെ കൊണ്ടാകുന്ന കലക്കിയെടുക്കണം. അതിന് മുമ്പ് നമുക്ക് ഗ്യാസിൻ്റെ മേലെ ഒരു കുക്കർ വെക്കണം. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ബേക്ക് ചെയ്യണ്ടേ, അപ്പം നമ്മൾ ഓവനിലൊന്നും വെച്ചിട്ടല്ലല്ലോ, കുക്കറിൻ്റെ അകത്തല്ലേ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കുക്കറൊന്ന് ചൂടാക്കിയെടുക്കണം നന്നായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പാലൊഴിച്ച് ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിക്ക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലെല്ലാം ചേർക്കാം നമുക്ക്. അങ്ങനെ ചേർത്തിട്ട് നമ്മൾ അത് മിക്സ് ആക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഇത് മുട്ടയൊന്നും ചേർക്കാത്ത ഒരു കേക്കാണ്. അപ്പോൾ നമുക്കത് ഒരല്പമെങ്കിലും പൊങ്ങി വരണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് വിനാഗിരിയിൽ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഇത് ഒരു പാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മതി, വളരെ കുറച്ച്. അതിനൊരു അളവ് പറയാനില്ല, നമ്മൾ ഒരു ഉചിതം പോലെ, അധികമൊന്നും ചേർക്കാറല്ലോ ഈ സോഡ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് സോഡ ഇട്ടിട്ട്, ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഒരു 1/4 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂണിലധികം വേണ്ട, അങ്ങനെ നമ്മൾ അത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ പതച്ച് പൊന്തും. അപ്പം നമ്മളത് വേഗം കലക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കേക്കിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക്, കേക്കിൻ്റെ ടിന്നിലേക്ക് വേഗം തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് തട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ കേക്ക് ആയിക്കഴിഞ്ഞിട്ട് മുറിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഈ പെരിച്ചായി കുഴിച്ച് വെച്ച പോലെയെല്ലാം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഇല്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. നല്ലോണം ഒന്നിങ്ങനെ ഒഴിച്ചിട്ട് അതൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എയർ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോയിക്കോളും. എന്നിട്ട് നമ്മൾ ചൂടായ കുക്കറിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കണം. നല്ല കൈയൊന്നും പൊള്ളാണ്ട് അതിൽ താത്തി വെച്ചിട്ട് നമ്മളതിൻ്റെ മൂടിയിട്ട് കൊടുക്കുക. മൂടിയിടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റും മാറ്റണം. അതിൻ്റെ റബ്ബർ ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം നമ്മൾ മൂടി വെക്കാൻ. അങ്ങനെ മൂടി വെച്ചിട്ട് ഗ്യാസിൻ്റെ തീ അത് സിമ്മിലേക്ക് മാറ്റി വെക്കുക. സിമ്മിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് മെല്ലനെ തുറന്ന് നോക്കണം. 1/2 മണിക്കൂറിൽ ഇടയ്ക്ക് തുറക്കണ്ട, 1/2 മണിക്കൂർ എങ്ങനെയായാലും വേണം. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഈർക്കിലെടുത്തിട്ട് കുത്തി നോക്കാം. അങ്ങനെ കുത്തി നോക്കുമ്പം പറ്റൊന്നുമില്ലെങ്കിൽ വെന്തിട്ടുണ്ട് എന്നർത്ഥം, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് എന്നർത്ഥം. നമുക്കിപ്പോൾ ഇത് കുത്തി നോക്കുമ്പം പറ്റിയിട്ടൊന്നുമില്ല അതിൻ്റെ മേലെ. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്, ഒരു ഒട്ടിപ്പിടിക്കലും ഇല്ല, നല്ല. അപ്പം നമുക്കിനി അത് തീ ഓഫാക്കിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് മാറ്റാം, കുക്കറിൻ്റെ അകത്തുനിന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമ്മളൊരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് കുറച്ച് സമയം അതൊന്ന് ഒരു ലേശം തണുത്തതിൻ്റെ ശേഷം നമുക്കതൊന്ന് പാത്രത്തിൻ്റെ അകത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊന്ന് മുറിച്ച് നോക്കാം. ഉള്ളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാകും. പക്ഷേ മുട്ട ചേർക്കാത്തത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരില്ല, ഒരുപാട് പൊങ്ങൂല. ഇത് നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് എളുപ്പത്തിലുണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ സൂക്ഷിച്ച് വെക്കാനോ അല്ല ക്രീം ചേർത്തിട്ട് ആക്കാനോ ബർത്ത്ഡേ കേക്കോ അങ്ങനെയൊന്നുമല്ല. ഇത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ചായക്കെല്ലാം കഴിക്കാൻ പറ്റിയ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.
ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്